അക്യൂപഞ്ചർ ചികിത്സ തെറ്റിദ്ധാരണ ഒഴിവാക്കണമെന്ന് അക്യൂപഞ്ചർ ജോയിന്റ് കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. WHO-യും ഇന്ത്യ ഗവൺമെന്റും അംഗീകരിച്ചിട്ടുള്ള അക്യൂപഞ്ചറിന് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും സർക്കാരുകൾക്ക് കീഴിൽ കൗൺസിലുകൾ നിലവിൽ വന്നിട്ടുണ്ട്. കേരളത്തിലും കൗൺസിൽ നിലവിൽ വരുന്നതിനായി സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അക്യൂപഞ്ചറിന്റെ സൽകീർത്തിക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ അക്യൂപഞ്ചറിന്റെ പേരിൽ ചിലർ നടത്തുന്ന പ്രവർത്തനങ്ങളെ അക്യൂപഞ്ചർ ജോയിന്റ് കൗൺസിൽ കേരള അപലപിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ ആരോഗ്യ രംഗത്ത് വിപ്ലവകരമായ ഒരു മുന്നേറ്റത്തിന്, ഒരു കുതിപ്പിന് സാധ്യമാകുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. സ്വാഭാവികമായും അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ അതിൽ മരുന്നില്ല, ഔഷധരഹിത, ഇതൊരു ഡ്രഗ്ലെസ് തെറാപ്പിയാണ്, ഔഷധരഹിത ചികിത്സയാണ്. ഔഷധരഹിത ചികിത്സ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മറ്റു മേഖലകളിൽ നിന്ന് സ്വാഭാവികമായും ഇതിനെതിരെ പലതും ഉണ്ടാവാം, അതുണ്ടായിക്കോട്ടെ. പക്ഷെ സമൂഹത്തിൽ ഇത് വ്യാപകമായി വന്നാൽ സമൂഹത്തിന്റെ ആരോഗ്യ രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും എന്നതിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന വളരെ ഹീനമായ, എന്താ പറയുക, വളരെ സങ്കീർണമായ ഒരു സംഭവം നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നടന്നത് നിങ്ങൾക്ക് അറിയുമായിരുന്നു. ഒരു പ്രസവവും ആ സ്ത്രീ അമ്മയും കുഞ്ഞും ഒക്കെ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഹീനമായ, വളരെ മോശമായ ഒരു സംഗതിയാണ് സത്യത്തിൽ അവിടെ നടന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം, എല്ലാ ചികിത്സാ രംഗത്തും തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്. ഏത് മേഖലകളിലും, പല ഹോസ്പിറ്റലുകളിലും പ്രസവവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ചികിത്സകന്റെ അടുക്കൽ വരുന്ന ഒരു അബദ്ധത്തെയും തെറ്റിനെയും ആ സിസ്റ്റത്തെ മൊത്തം ഇകഴ്ത്താൻ ഉപയോഗിക്കുന്നത് അത് വളരെ ദുഃഖകരമായ, സങ്കീർണമായ സാഹചര്യമാണ്. വാർത്താസമ്മേളനത്തിൽ ജോയിന്റ് കൗൺസിൽ കേരള രക്ഷാധികാരി ഉമർ ഗുരുക്കൾ, പ്രസിഡന്റ് യൂസുഫ് ഫാറൂഖി, സെക്രട്ടറി മൻസൂർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് അലി, KMS സബാഹ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം.